ഈ വയനാട്ടിലേക്കാണ്. വയനാട് മാനന്തവാടിയിൽ കഴിഞ്ഞ ദിവസം കണ്ട കരടി ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ധോണിച്ചാലിലെ വീട്ടിലെ CCTV-യിൽ നിന്ന് കരടിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ഇന്നലെ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് സമീപവും കരടിയെ കണ്ടിരുന്നു. കമലാണ് വിവരങ്ങളുമായി ചേർന്നത്. കമൽ, ഭീതി തുടരുന്നൊരു സാഹചര്യമാണ്. ഇതിനെ തുരത്താൻ എത്രത്തോളം ജാഗ്രവത്തായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്? രതീഷ്, ഇന്ന് പകൽ മുഴുവൻ കരടിക്കായി തിരച്ചിൽ നടന്നു. ഈ തോണിച്ചാലിൽ ഈ CCTV-യിൽ കരടിയുടെ ദൃശ്യങ്ങൾ കണ്ടതിന് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വനം വകുപ്പും അതുപോലെ നാട്ടുകാരും ഒക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും പകൽ സമയത്ത് കരടിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ 2 രാത്രികളിലാണ് കരടിയുടെ സാന്നിധ്യം പല മേഖലകളിലും ഉണ്ടായത്. ആദ്യം കുറുവദ്വീപിനടുത്ത് പയ്യമ്പള്ളിയിലെ ഒരു CCTV ദൃശ്യമാണ് കരടിയുടേതായി ലഭിച്ചത്. അതിന് പിന്നാലെ ഇന്നലെ വള്ളിയൂർക്കാവിന് സമീപത്ത് പലരും കരടിയെ നേരിൽ കണ്ടു. ഇന്ന് പുലർച്ചെയാണ് ഈ തോണിച്ചാലിൽ, ഏതാണ്ട് വള്ളിയൂർക്കാവിനടുത്ത് നിന്ന് 5 കിലോമീറ്ററോളം മാറി തോണിച്ചാലിലെ ഒരു വീട്ടിലെ CCTV-യിൽ കരടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള തെരച്ചിൽ വനം വകുപ്പ് നടത്തിയത്. പക്ഷേ ഇപ്പോഴും നേരിട്ട് ഈ കരടിയുടെ സാന്നിധ്യം ഉറപ്പിക്കാനായിട്ടില്ല. എന്തായാലും ഇന്ന് രാത്രിയും വനം വകുപ്പ് പ്രദേശത്ത് കാവലും ജാഗ്രതയും തുടരും.